പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ KNPay ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ എങ്ങനെയാണ് ക്യാഷ് നമ്മളിതിൽ 500 രൂപ കൊടുത്തിട്ട് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരാനാണ്. നമ്മൾ ഒക്കെ ID ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് ആയാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മൊബൈലിൽ വരും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഈ പുറം ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ മീറ്റിംഗ് ഇപ്പോൾ ദിവസവും മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇൻവൈറ്റ് ആണ്. അപ്പോൾ പുറത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതെങ്ങനെ അങ്ങ് പോവും. അതിനുശേഷം നമ്മൾ ഇവിടെ മണി ട്രാൻസ്ഫർ എന്നുള്ള സ്ഥലത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ പേര് കൊടുക്കാൻ. ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആക്ടിവേഷൻ ആക്കുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരുന്നത്. നമ്മൾ പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ 500 ഓൾറെഡി ഇതിൽ കാണും. ഇത് 510 നമുക്ക് അടിക്കാനുണ്ടാവും. 10 രൂപ സർവീസ് ചാർജാണ്. അപ്പം നേരെ നമുക്ക് ഇങ്ങനെ സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എമൗണ്ട് പേബിൾ 510 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ 510 അടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്നുള്ള സ്ഥലത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും മൊബൈൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ അടിച്ചു കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് ഇതേപോലെ വരും. എതിലാണ് നമ്മൾ ക്യാഷ് എടുക്കുന്നത് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. പിന്നെ ഫോൺ പേ ഉണ്ട്, നമ്മളെ ക്രെഡിറ്റ് UPI നമ്പർ അടിച്ചു കൊടുക്കുക. ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്. ഇപ്പോൾ ഏതാണോ വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ പേ ആണ് സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ പേ സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആവും. അപ്പോൾ ഒന്നുകൂടി അടിക്കാൻ പറയുന്നുണ്ട്. ഒന്നുകൂടി ഗൂഗിൾ പേയിൽ ടച്ച് ചെയ്യുക. വീണ്ടും അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. കൺഫേമിങ് പേയ്മെൻറ്റ് ദാറ്റ് വിൽ ടേക്ക് എ സെക്കൻഡ്, ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ പേ ഓപ്പണായി. അതിൽ നമ്മൾ നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കുക. കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഓപ്പൺ ആവും. അപ്പോൾ ഏത് ബാങ്കാണോ ആ ബാങ്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എൻ്റെ കേരള ഗ്രാമീണ ബാങ്കിലാണ്. അപ്പോൾ നമ്മുടെ ഈ 510 ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ UPI പിൻ കോഡ് എന്താണോ നമ്മൾ കൊടുത്ത് അത് അടിച്ചു കൊടുത്തിട്ട് ക്യാഷ് എടുക്കുക. ഇതേപോലെ നമ്മൾ ക്യാഷ് അടിച്ചു. അതിനുശേഷം നമുക്ക് ID ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചു. വീണ്ടും പ്രൊസീഡ് ടു പേ കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ 2-3 പ്രാവശ്യം ടച്ച് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പണം നൽകി എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ പെയ്ഡ് എന്നാണ് കാണിക്കുക. ഞാനിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി മലയാളത്തിലേക്ക് ആക്കിയത് കൊണ്ടാണ് പണം നൽകി എന്ന് അവിടെ കാണിക്കും. പെയ്ഡ് എന്ന് കാണിക്കും. KN വെൽഫെയർ ഫൗണ്ടേഷനിൽ നിന്നുള്ള നിങ്ങളുടെ പേയ്മെൻറ്റ് അഭ്യർത്ഥന എന്ന പോളിസിയുടെ പേയ്മെൻറ്റ് നമ്മുടെ ഇവിടെ പോളിസി നമ്പർ ഇവിടെ കാണിക്കും. ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പിന്നീട് ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് എടുക്കുക. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വരുന്നതെന്ന്. അപ്പോൾ ആപ്പ് തന്നെ ഒഴിവായിപ്പോയി. ഇവിടെ വീണ്ടും ക്യാഷ് അടിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാക്ക് അടിച്ച് കൊടുക്കുക. മുകളിൽ മെമ്പർഷിപ്പിൻ്റെ അവിടെ ബാക്ക് അടിച്ച് കൊടുക്കുക. അതുപോലെ റീചാർജിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ റീചാർജ് എന്നുള്ള സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അവിടെയും